ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, വിശുദ്ധ യൗസേപ്പ് പിതാവ് ഈശോയുടെ വളർത്തു പിതാവാണ്. തിരുക്കുടുംബത്തിൻ്റെ നായകനും കാവൽക്കാരനുമാണ്. യൗസേപ്പ് പിതാവിൻ്റെ നാമം തന്നെ നമുക്ക് ഒത്തിരിയേറെ സന്തോഷം പകരുന്ന ഒരു നാമമാണ്. യൗസേപ്പ് പിതാവിനെക്കുറിച്ചുള്ള ഒത്തിരിയേറെ നല്ല ചിന്തകൾ നമ്മുടെ മനസ്സുകളിലുണ്ട്. യൗസേപ്പ് പിതാവ് വളരെ ഭാഗ്യമുള്ള ഒരു പിതാവാണ്. കാരണം ദൈവപുത്രന് ദൈവത്തെ ഓമനിച്ച് വളർത്താൻ, ഉമ്മ വെച്ച് വളർത്താൻ, വളർത്തി വലുതാക്കാൻ ഭാഗ്യം ലഭിച്ച ഒരാൾ. ദൈവത്തിൻ്റെ നെഞ്ചിൽ മുഖം അമർത്തി ഈ ലോകത്തോട് വിട പറയാൻ ഭാഗ്യം ലഭിച്ച ഒരു വ്യക്തി. അങ്ങനെ ഭാഗ്യം ചെയ്ത ഒരു വ്യക്തിയാണ് വിശുദ്ധ യൗസേപ്പ് പിതാവ്. യൗസേപ്പ് പിതാവിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ കാരുണ്യം ജീവിതത്തിൻ്റെ നിയമമായി പകർത്തിയ, ജീവിതത്തിൽ നീതിബോധമായി പകർത്തിയ ഒരു വ്യക്തിയാണ് യൗസേപ്പ് പിതാവ്. വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ടവൾ താൻ അറിയാതെ ഉദരത്തിൽ കുഞ്ഞിനെ വഹിക്കുന്നു എന്ന വാർത്ത അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഹൃദയഭേദകമാണ്. ഈ ഒരു പ്രശ്നത്തെ എപ്രകാരം അഭിമുഖീകരിക്കുമെന്ന ചിന്ത അദ്ദേഹത്തിലുണ്ടായി. ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്താൽ വ്യഭിചാര കുറ്റമാണ്. അങ്ങനെ ചെയ്യുന്ന വ്യക്തി നിയമമനുസരിച്ച് സ്വന്തം പിതാവിൻ്റെ വീട്ടുപടിക്കൽ കെട്ടിയിട്ട് മരിക്കുന്നതുവരെ കല്ലെറിയുക എന്നുള്ളതാണ് യഹൂദ നിയമം. തൻ്റെ പ്രിയപ്പെട്ടവളെ അങ്ങനെ ഒരു ക്രൂരതയ്ക്ക് വിട്ടുകൊടുക്കാൻ നീതിമാനായി യൗസേപ്പിന് സാധിച്ചില്ല. യൗസേപ്പിൻ്റെ നീതി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കാരുണ്യം ആവാഹിച്ചെടുത്തതാണ്. അതുകൊണ്ട് തന്നെ ദൈവം സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കുന്ന ഒരു ശൈലിയാണ് യൗസേപ്പിനുള്ളത്. മറിയത്തിൻ്റെ അപമാനം, മറിയത്തിൻ്റെ പാപത്തിനുള്ള ശിക്ഷ സ്വയം ഏറ്റുവാങ്ങാൻ അദ്ദേഹം സന്നദ്ധനാവുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് സ്വയം സ്ഥലം മാറാൻ, ഇവിടം വിട്ടുപോകാനായിട്ട് അദ്ദേഹം തയ്യാറാകുന്നു. ആളുകളെല്ലാം പറയും, ആ പെണ്ണിനെ നശിപ്പിച്ച് ആ കശ്മലം കടന്നുപോയി. സകല പാപവും സകല അപമാനവും യൗസേപ്പിൻ്റെ മേലുണ്ടാകും. മറിയത്തെ ക്രൂരതയ്ക്ക് വിട്ടുകൊടുക്കാനാവില്ല. നമുക്കറിയാം, കരുണയെന്ന് പറഞ്ഞത് അർഹതയില്ലാത്ത സ്നേഹത്തിൻ്റെ പേരാണ്. ആ അർഹതയില്ലാത്ത സ്നേഹം മറിയത്തിൻ്റെ മേൽ കൊടുക്കുവാൻ അദ്ദേഹം തയ്യാറാകുന്നു. ഒരുപക്ഷെ തൻ്റെ സ്വന്തം ചിന്തയിലുണ്ടായ ഒരു തീരുമാനമാകാം ഇത്. ആ രാത്രിയിൽ ദൈവത്തോട് അദ്ദേഹം ആലോചന ചോദിക്കുന്നുണ്ട്. ഇത് ദൈവത്തിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷനായി അദ്ദേഹത്തിന് ദൈവത്തിൻ്റെ സന്ദേശം അറിയിക്കുന്നു. ദൈവഹിതമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ആ ദൈവഹിതത്തെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ അദ്ദേഹം മനസ്സ് കാണിച്ചു. ദൈവഹിതത്തിന് സ്വയം വിട്ടുകൊടുത്തൊരു വ്യക്തി. പിന്നീട് തൻ്റെ ജീവിതം മുഴുവൻ സ്വർഗത്തോട് ആലോചന ചോദിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ടാണ് സ്വപ്നങ്ങളിലൊക്കെ അദ്ദേഹത്തിന് ദർശനങ്ങൾ കിട്ടുന്നതും എങ്ങനെ എപ്രകാരം ജീവിക്കണം, എപ്രകാരം മുന്നോട്ട് പോകണമെന്നുള്ള സ്വർഗത്തിൻ്റെ സന്ദേശം അദ്ദേഹം സ്വീകരിക്കുന്നതും. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം തൻ്റെ സ്വന്തം ഹിതങ്ങൾ മുഴുവൻ മാറ്റിവെച്ച് ദൈവഹിതത്തിന് തന്നെ വിട്ടുകൊടുക്കുകയാണ്. സുന്ദരിയായ മറിയത്തെ വിവാഹം കഴിച്ച് എത്രയോ സ്വപ്നങ്ങൾ നെയ്ത് അദ്ദേഹം ഒരുപക്ഷെ ജീവിച്ചിട്ടുണ്ടാകും. ആ നാളുകൾ തള്ളി നീക്കിയിട്ടുണ്ടാകും. വിവാഹത്തെക്കുറിച്ചുള്ള സുന്ദര സ്വപ്നങ്ങളുമായി. പക്ഷെ എല്ലാം തകർന്നു. തൻ്റെ പദ്ധതികളെല്ലാം ഇവിടെ അവസാനിക്കുകയാണ്. ദൈവഹിതത്തിന് പൂർണ്ണമായി വിട്ടുകൊടുക്കുന്ന ഒരു യൗസേപ്പിനെയാണ് നമ്മൾ കണ്ടെത്താനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ ഈ യൗസേപ്പ് തിരുക്കുടുംബത്തിന് വലിയ കരുതൽ കൊടുത്തൊരു വ്യക്തിയാണ്. മറിയത്തെയും കുഞ്ഞിനെയും കൊണ്ട് ഈജിപ്തിലേക്ക് പോകുവാനായിട്ട് ദൈവത്തിൻ്റെ സന്ദേശം ലഭിക്കുന്നു. അവിടെ മറിയത്തെയും ശിശുവിനെയും മറിയത്തെയും കൂട്ടിക്കൊണ്ടാണ് അവൻ എഴുന്നേറ്റ് പോവുക. അവിടെ നിന്ന് വീണ്ടും തിരിച്ചു വരാനായിട്ട് പറയുമ്പോൾ ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ടാണ് തിരിച്ചു വരിക. ശിശുവിനോട്, അമ്മയോട്, കുടുംബത്തോടുള്ള വലിയ കരുതൽ യൗസേപ്പിൻ്റെ ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. യൗസേപ്പ് പിതാവ് നമ്മുടെ പിതാവാണ്. ആ പിതാവിനോട് വലിയ സ്നേഹം നമുക്കെപ്പോഴും ഉണ്ട്. ആ സ്നേഹത്തിന് വലിയൊരു അടിസ്ഥാനമുണ്ട്. കാരണം സ്വർഗത്തിൻ്റെ ആവശ്യങ്ങളൊന്നും ഈ യൗസേപ്പ് പിതാവ് ഒരു കാലത്തും നിഷേധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ യൗസേപ്പ് പിതാവിൻ്റെ ആവശ്യങ്ങൾ സ്വർഗവും ഒരു കാലത്തും നിഷേധിക്കില്ല. അതുകൊണ്ട് യൗസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥം തേടുമ്പോൾ അതിലൂടെ വലിയ ഫലപ്രാപ്തി ഉണ്ടാകരുത്. കാരണം സ്വർഗത്തിന് അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾ നിഷേധിക്കാനായിട്ട് ഒരിക്കലും സാധിക്കില്ല. ഈ വലിയ യാഥാർത്ഥ്യം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് വലിയ ആശ്വാസം പകരുന്ന ഒന്നാണ്. നമുക്കറിയാം, യൗസേപ്പ് പിതാവ് തൊഴിലാളികളുടെ മധ്യസ്ഥനാണ്. ഏത് തൊഴിൽ ചെയ്യുന്നവരും ഇത് തങ്ങളുടെ മധ്യസ്ഥനായി യൗസേപ്പിനെ കാണുമ്പോൾ
തങ്ങളുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ യോസേപ്പിൻ്റെ മധ്യസ്ഥം വഴി ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ അവരുടെ ജീവിതങ്ങളിൽ അത്ഭുതങ്ങളുണ്ടാകും. അദ്ദേഹം കുടുംബത്തിൻ്റെ മധ്യസ്ഥനാണ്, നമ്മുടെ കുടുംബങ്ങളുടെ എല്ലാം മധ്യസ്ഥനാണ്. നമ്മുടെ കുടുംബത്തെ സന്തോഷവും സമാധാനവും വേണോ, നമ്മുടെ കുടുംബങ്ങൾ കുടുംബങ്ങളായിട്ട് മാറണോ, ഈ യോസേപ്പിനെ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക് അദ്ദേഹത്തെ സ്വീകരിക്കാൻ നമുക്കിടയാകണം. അദ്ദേഹം നല്ല മരണത്തിൻ്റെ മധ്യസ്ഥനാണ്, നല്ലൊരു മരണം ലഭിക്കണോ, ഈ യോസേപ്പിൻ്റെ സഹായം തേടാൻ നമുക്കിടയാകണം. അതുപോലെ തന്നെ അദ്ദേഹം ഗർഭിണികളുടെ മധ്യസ്ഥനാണ്. കാരണം ഗർഭിണിയായി മറിയത്തെയും കൊണ്ട് എത്ര കരുതലോടെയാണ് അദ്ദേഹം മുന്നോട്ട് പോയത്. ഇങ്ങനെ ജീവിതത്തിൽ കഷ്ടപ്പെടുന്നവരുടെ, വേദനിക്കുന്നവരുടെ, സന്ദേഹമുള്ളവരുടെ എല്ലാം മധ്യസ്ഥനാണ്. അപ്പന്മാരുടെ മധ്യസ്ഥനാണ്. ഒരു പിതാവ് തൻ്റെ ജീവിതത്തെ ഈ യോസേപ്പിന് സമർപ്പിച്ചാൽ, യോസേപ്പിൻ്റെ മധ്യസ്ഥം തേടിയാൽ ആ കുടുംബം കുടുംബമായിട്ട് മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്രകാരം ദൈവം നമുക്ക് നൽകിയൊരു പിതാവാണ്. ദൈവത്തിൻ്റെ, ഈശോയുടെ വളർത്തു പിതാവായ ഈ യോസേപ്പ് പിതാവ് നമ്മുടെ കുടുംബങ്ങളുടെ വളർത്തച്ഛനായിട്ട് മാറും. നമ്മുടെ കുടുംബങ്ങളെല്ലാം യോസേപ്പിൻ്റെ മധ്യസ്ഥത്തിന് സമർപ്പിക്കാം. അപ്പോൾ നമ്മുടെ കുടുംബങ്ങളും കുടുംബങ്ങളാകും. സന്തോഷവും സ്നേഹവും സമാധാനവും നമ്മുടെ കുടുംബത്തിൽ അലയടിക്കും. ഇങ്ങനെ യോസേപ്പിൻ്റെ മധ്യസ്ഥം തേടി നമ്മുടെ കുടുംബങ്ങൾ വിശുദ്ധ കുടുംബങ്ങളാക്കി മാറ്റാൻ നമുക്ക് പരിശ്രമിക്കാം. അവരുടെ കൃപയ്ക്കായി യോസേപ്പിൻ്റെ മധ്യസ്ഥം തേടാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.